കായംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. പാമ്പ് കടിയേറ്റ യുവതിക്ക് യഥാസമയം ചികിത്സ നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സെലീന എന്ന യുവതിക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്നും അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണെന്നും ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. യൂത്ത് കോൺഗ്രസ് സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. സംസ്ഥാന സെക്രട്ടറി നൌഫൽ ചെമ്പകപ്പള്ളി സമരം ഉദ്ഘാടനം ചെയ്തു. തുറന്ന് സമ്മതിക്കുവാൻ അവർ തയ്യാറാകാതെ പോലീസ് അധികാരികൾ ഉൾപ്പെടെ മറ്റ് സർക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടുത്തെ ഡോക്ടർമാർക്കും ഇവിടുത്തെ മറ്റ് ആളുകൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് കാണുന്നത്. ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായാൽ പോലീസിന് സ്വാഭാവികമായും കേസെടുത്ത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 106 പ്രകാരം അവരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മൾ പരാതി കൊടുത്തിട്ട് പോലും പോലീസ് അധികാരികൾ ഒന്ന് വിളിച്ച് ചോദിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. മൊഴികൾ രേഖപ്പെടുത്തുവാൻ തയ്യാറായിട്ടില്ല. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ അധികാരികൾ അവർ ഒരു കാര്യം ഓർക്കണം, പാവപ്പെട്ടവർ മാത്രമല്ല പണ്ഡിത പാവപ്പെട്ടവരായിട്ടുള്ള എല്ലാ ആളുകളും ചികിത്സ തേടി വരുന്ന ഒരു സർക്കാർ ആശുപത്രിയാണ് കായംകുളത്തെ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത്. അതിൽ എല്ലാ ആളുകളും കടന്നു വരും. അവിടെ ആർക്കും വ്യത്യാസമില്ല. എല്ലാവർക്കും ചികിത്സ കൊടുക്കുക എന്നുള്ളത് ഓരോ ആളുകളുടെയും അവകാശമാണ്. ആ ചികിത്സ നിഷേധിക്കപ്പെടുമ്പോൾ ആ പൗരന്റെ ജീവന്റെ മേലുള്ള കടന്നുകയറ്റമാണ്, അവന്റെ മൗലിക അവകാശത്തിനുള്ള കടന്നുകയറ്റമാണ് നടത്തിയിരിക്കുന്നത്. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വിശദമായ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകുമെന്നും ആശുപത്രി സൂപ്രണ്ട് സമരക്കാരെ അറിയിച്ചു. ജുനൈസ് എസ് അധ്യക്ഷത വഹിച്ചു. ലുക്മാനുൽ ഹക്കീം, ഹാഷിം സേട്ട്, അഫ്സൽ കടയിൽ, PK അരാഫത്ത്, മിനി അച്ചൻകുഞ്ഞ്, അഫ്നാൻ ചാങ്ങയിൽ, മിത്ര കൃഷ്ണ, റാഫി പെരിങ്ങാല, സുഹൈൽ വാലയിൽ, ഇർഫാൻ എസ്, കാർത്തിക് സനൽ, ഫസൽ, മുഹമ്മദ് ഷാ, അജി കൊല്ലയ്യത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.